ബിഗ് ബോസ് മലയാളം സീസൺ 7 ലോഗോയൊക്കെ വന്നു. പക്ഷേ ചത്ത അവസ്ഥയാണ്. ഒരു മാസം ആവാറായിരിക്കുന്നു അല്ലേ ലോഗോയൊക്കെ വന്നിട്ട്. ഏതാണ്ട് 10 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഒരു മാസം ആവും ലോഗോ വന്നിട്ട്. പക്ഷെ ഒരു അനക്കവും ഇല്ല. എന്നാൽ അനക്കം വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമണാസ് പ്രൊമോ വരാൻ പോവാണ്. എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ? കോമണാസ് പ്രൊമോയുടെ കാര്യത്തിൽ ഞാൻ ഒത്തിരി ഏറൽ കയറിയതാണ്. എന്നിരുന്നാലും കോമണാസ് പ്രൊമോയുടെ കാര്യം എന്തായി എന്നൊരു അപ്ഡേറ്റ് ആണെന്ന് ഞാൻ തരാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ കോമണാസ് പ്രൊമോ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം, നിങ്ങളൊരു 50% മാത്രം ഉറപ്പിച്ചാൽ മതി. ഞാൻ 101% എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഉറപ്പാണ്, കാരണം ഇനി ഇതിനൊരു മാറ്റം വരില്ല. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവസാന നിമിഷത്തിൽ ട്വിസ്റ്റ് സംഭവിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ 50% മാത്രം ഉറപ്പിച്ചാൽ മതി. കോമണാസ് പ്രൊമോ റെഡിയായി ഇരിക്കുന്നുണ്ട്. അത് വളരെ മുന്നാടി തന്നെ റെഡിയായിരിക്കുന്ന സാധനമാണ്. അത് ഒരു 1 വീക്കിനുള്ളിൽ, ഒരു 7 ഡേയ്സിനുള്ളിൽ വരും എന്നാണ് അറിയാൻ പറ്റിയത്. ചിലപ്പോൾ നാളെ വരാം, ചിലപ്പോൾ മറ്റന്നാൾ വരാം, ചിലപ്പോൾ അതിൻ്റെ പിറ്റേന്ന് വരാം. എപ്പോൾ വേണമെങ്കിലും ആ പ്രൊമോ വരാം. നമുക്ക് സാധാരണക്കാർക്ക് ഇത്തവണ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ കുറേ പേര് DM ചെയ്യലുണ്ടായിരുന്നു. ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് എന്തെങ്കിലും വരുമ്പോൾ ഈ കോമണാസ് പ്രൊമോ വരുമ്പോൾ അതിൻ്റെ ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, അത് ഏത് ലിങ്കാണെന്ന് എനിക്കും അറിയില്ല. ലിങ്ക് തന്നെയാണ് ഇത്തവണയും. അത് അവർ പ്രൊമോ ഇടുമ്പോൾ മാത്രമേ അറിയാവൂ. എന്തായാലും വരാനുള്ള സമയമായി. മാക്സിമം പോയി കഴിഞ്ഞാൽ ജൂൺ 20, മാക്സിമം പോയാൽ ജൂൺ 20. അതിന് മുന്നേ എന്തായാലും ഈ സാധനം വരും എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. എന്തായാലും വളരെ അടുത്തെത്തി. ഞാനൊരു ഡേറ്റ് അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ആ ഡേറ്റ് പറയണില്ല, കഴിഞ്ഞ തവണത്തെ പോലെ പാളിപ്പോയാലോ. അപ്പം അതുകൊണ്ട് ആ ഡേറ്റ് ആണ് എന്ന് എനിക്ക് പക്ക ദാ വരുന്നു, എത്തി എന്നൊരു സാധനം വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് വരുന്ന ദിവസം രാവിലെ മോർണിംഗ് അറിയുകയാണെങ്കിൽ, പക്കയാണെങ്കിൽ അപ്പം ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും എത്താറായി സാധനം. ഇനി ആ സാധനം ഹോൾഡ് ചെയ്ത് വെക്കില്ല എന്നാണ് അറിയാൻ പറ്റിയത്. വീണ്ടും കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, കോമണാസ് വരുമോ ഇല്ലേ? കുറേ പേര് പറയുന്ന കേട്ടല്ലോ. അവർ പറയുന്നു, ആ ചേട്ടൻ പറയുന്നു, ഈ ചേച്ചി പറയുന്നു വരുന്നുണ്ട്, അല്ല കോമണാസമോ ഇല്ല, കോമണാസ് ഇത്തവണ ഇല്ല, അല്ലെങ്കിൽ കോമണാസിൻ്റെത് എല്ലാം ഫേക്കാണ്, ആരെയും വിശ്വസിക്കരുതെന്ന് പലരും പറയുന്നത് ശരിയാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ, കോമണാസ് പ്രൊമോ ഉണ്ട്. അത് ഷൂട്ട് ചെയ്ത് വെച്ച സാധനമാണ്. നേരത്തെ, വളരെ നേരത്തെ തന്നെ ആ സാധനം ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇനിയും അതിനകത്ത് ഒരു വൈകിപ്പിക്കൽ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ പറ്റിയത്. സെക്കൻഡ് റൗണ്ട് ഓഡീഷൻ തീർന്നിട്ടില്ല മക്കളെ, നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതാണ് പരിപാടി. ഇനി ഇത്തവണ എത്ര പേരാണ് കോമണാസ് ആയിട്ട് സെലക്ട് ആവുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നു 2 പേരാണ് സെലക്ട് ആവുന്നത്. ഞാൻ വളരെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ എത്ര പേരാണെന്ന്. 2 പേരെങ്കിലും മിനിമം കാണും കേട്ടോ. അതെൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ്. ചിലപ്പോൾ 3-4 പേര് വരെ പോയേക്കാം. കഴിഞ്ഞ പ്രാവശ്യം 2 പേരുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഈ പറയുന്ന നന്ദനയൊക്കെ കോമണറായിട്ട് വന്നില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണയും അതുപോലെ ആരെങ്കിലുമൊക്കെ എക്സ്ട്രാ അവർക്ക് ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കോമണാസ് പ്രൊമോ വരുന്നുണ്ട്. പിന്നെ ചാൻസസ് ഉള്ള കുറച്ച് ആൾക്കാർ ആരൊക്കെയാണ് ഇപ്പം ഓഡീഷൻ കഴിഞ്ഞിട്ട് ഹൈ ചാൻസസ് ടു എൻ്റർ ടു ബിഗ് ബോസ് ഹൗസ് ആരൊക്കെയാണ് എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാടി കയറി കോമണാസ് പ്രൊമോ വരുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യാൻ പോകരുത്, വെയിറ്റ് ചെയ്യുക. അതൊക്കെ കണ്ടിട്ട് വന്ന് നിറയെ വീഡിയോസ് യൂട്യൂബിൽ വരും, ഞാനും അപ്ലോഡ് ചെയ്യും. അപ്പം എങ്ങനെയാണ് അതിനകത്ത് ശരിയായ രീതിക്ക് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് മനസ്സിലാക്കി, അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കി, വളരെ ക്ലാരിറ്റിയോടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പറയേണ്ടത് എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതുവരെ പ്രൊമോ വന്നിട്ടും അയ്യോ ഞാൻ ആദ്യം ചെയ്താൽ എന്നെ ആദ്യം വിളിക്കും, അങ്ങനെ ഒന്നുമില്ല. 1,00,000 വീഡിയോ അവിടെ പോയി കഴിഞ്ഞാലും എല്ലാം TV യിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന സാധനം മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അപ്പം ആദ്യം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. അടുത്ത അപ്ഡേറ്റോട്ട് വരാം. കുറച്ച് സാധ്യത ഉണ്ട്, കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ ഇതുപോലെ അറിയുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.